നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കുക, നിങ്ങളെ ഭാവിക്ക് വേണ്ടിയിട്ട് പഠിക്കുക, നിങ്ങളെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളെ വീട്ടുകാർ നിങ്ങളെ പഠിപ്പിക്കണേ നിങ്ങൾ വീട്ടുകാർക്ക് കുറെ ഉണ്ടാക്കി കൊടുക്കാനാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഒരിക്കലും അല്ല. എങ്ങനെയെങ്കിലുമൊക്കെ എന്റെ കുട്ടി രക്ഷപ്പെട്ടോട്ടെ, ഏതെങ്കിലും ഒരു നിലയിലെത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പാവങ്ങൾ പഠിപ്പിക്കാണ്. ഒരിടത്ത് പൈസ ഉണ്ടായിട്ടൊന്നല്ല, ഉള്ള പൈസ വെച്ചിട്ട് ഒരു രൂപ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന അതിന്റെ ഒരു കഷ്ടപ്പാട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളൊരു പണിക്ക് പോയേക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ പഠിക്കുന്ന ഗേൾസിനോടാണെങ്കിലും ബോയ്സിനോടാണെങ്കിലും ഗേൾസിന് നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കുന്ന ഒരു ഗേളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളൊപ്പമുള്ള ഒരുപാട് ഗേൾസ് നോക്കും. നിങ്ങളൊരു റിലേഷനിലും കൊണ്ട് തള്ളിടാനും എല്ലാത്തിനും നിങ്ങളൊന്ന് പെട്ടോക്കണ്ടേ, ഒരിക്കലും നിങ്ങളൊപ്പം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങളൊന്ന് തിരിഞ്ഞു കുറ്റം പറയുന്ന ആൾക്കാരാവും നിങ്ങളെ ഒപ്പമുള്ളവരൊക്കെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ബോയ്സിനെ എന്നുണ്ടെങ്കിൽ നിങ്ങളെ സിഗരറ്റ് വലിപ്പിക്കാനോ നിങ്ങൾ അടിപിടിക്കും കൊണ്ടുപോകാൻ നിങ്ങളെ പെടുത്താനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ 10th പഠിക്കുന്ന ബോയ്സിനോടും ഗേൾസിനോടൊക്കെ എന്താ പറയാനുള്ളത്, നിങ്ങളൊപ്പം അലമ്പളിച്ചടക്കുന്ന ആൾക്കാർ നിങ്ങളെ ലോങ് ലൈഫ് പോയിട്ട് ചിലപ്പോൾ നിങ്ങളിപ്പം +1 പോലും അഡ്മിഷൻ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ച് നല്ല മാർക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഗവൺമെന്റിലൊക്കെ കിട്ടും. നിങ്ങളെ വീട്ടുകാർക്ക് ഒരു ഹെൽപ്പാണ് അത്. അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളെ ബ്രെയിൻ നിങ്ങളെ സമ്മതിക്കില്ല. നമ്മളെ ബ്രെയിൻ ഒരു മടിയനാണ്, നല്ല രീതിക്ക് അറിയുന്ന ഒരു കാര്യം. നിങ്ങളെ ബ്രെയിന് പറഞ്ഞിട്ട് മനസ്സിലാക്കി 2-3 ദിവസം ഒരു സമയത്ത് പഠിക്കാതിരുന്നതിന് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ വയ്ക്കും, ഉറക്കൊക്കെ വരും. അവിടെ മാറ്റുക, ഏതാണ്ട് മടിയൊക്കെ മാറ്റുക. ഇനിയുള്ള ദിവസം ഫോണെ കൊണ്ട് ഒഴിവാക്കുക, പഠിക്കുക, ഇരുന്നാട് പഠിക്കുക.